ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു തൈര് സാദം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് ചെയ്യാം. അതിനായി ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെന്ത ചോറ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ വേവ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഉടച്ചു കൊടുക്കേണ്ടി വരും. ഇതുപോലെ നന്നായിട്ട് വെന്ത ചോറെടുക്കുക. നമ്മൾ വീട്ടിൽ വെക്കുന്ന ഏത് റൈസിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല, എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതുപോലെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ചോറിന് 1 കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. പുളിയില്ലാത്ത തൈര് വേണേ, എന്നാലേ തൈര് സാദത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് മോര് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. മോര് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇങ്ങനെയാണ് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണം. ഇത് വളരെ നല്ലതാണ്. ഈ ചൂടിന് നമ്മുടെ വയറിനൊക്കെ നല്ല തണുപ്പ് കിട്ടാനും എല്ലാം വളരെ നല്ലതാണ് ഈ തൈര് സാദം കഴിക്കുന്നത്. നല്ല ഹെൽത്തിയുമാണ്. നമുക്കിനി ഇത് താളിച്ചൊഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തൈര് സാദത്തിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. ഞാനിവിടെ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കടലപ്പരിപ്പ്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. 1 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പശുവിൻ നെയ്യിൽ കടുക് താളിച്ച് അതിലേക്ക് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ചെറിയ ജീരകം, കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് കായപ്പൊടിയാണ്. അധികമാവണ്ട, ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് തൈരും ചോറും കൂടെ ഉടച്ച് വെച്ചതിനടുത്തേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്യാം.
നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇപ്പം മല്ലിയില ഇല്ല. നമുക്കത് സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല ടേസ്റ്റാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ കാണുമ്പോൾ ഒരു ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അനാർ, ഉറുമാമ്പഴം, മാതളം എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടിനൊക്കെ ഈ സമ്മറിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു തൈര് സാദമാണിത്. വയറിനും നമ്മുടെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ്. നല്ല തണുപ്പ് കിട്ടും. തൈര് സാദം റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.